ഹെൽപ്പ് ആവശ്യം ഇവർക്കാണ്. ഇവർ തെരുവിൻ്റെ മക്കളാണ്. തെരുവിൻ്റെ മക്കൾ ഓട്ടോമാറ്റിക്കലി അവർ തെരുവിൻ്റെ മക്കളായതല്ല, ആക്കിയതാണ് ഇവിടുത്തെ ജനങ്ങൾ. അവരെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്. കാരണം മനുഷ്യർ തന്നെയാണ് ഇവര് ഇങ്ങനെ ആക്കിയത്. മനുഷ്യനെ മാത്രമാണ് ഇവർക്ക് ഡിപ്പെൻഡ് ചെയ്യാനും പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ മനുഷ്യനോട് അടുക്കുന്ന മൃഗം നായും പൂച്ചയാണ്. അതിലെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതും നമുക്ക് ഉപകാരം ചെയ്യുന്നതും ഈ നായാണ്. ഇവൻ്റെ വില എത്രയാണെന്നുള്ളത് ഒരിക്കലും വിലമതിക്കാത്ത സേവനങ്ങളാണ് ഇവൻ ചെയ്യുക. ഒരു മനുഷ്യനെ ഏതൊക്കെ അപകടങ്ങളിൽ രക്ഷപ്പെടുത്താൻ കഴിയുമോ അതൊക്കെ അവൻ ചെയ്യും. അത് നമ്മൾ സ്നേഹിക്കുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ. എന്തായാലും കണക്ക് വെച്ച് നോക്കിയാൽ പോലും ഇരട്ടിയിൽ കൂടുതലേ വരുള്ളൂ നമ്മൾ കൊടുക്കുന്നതിൻ്റെ. ഒരിക്കൽ പോലും നമ്മളെ നഷ്ടപ്പെടുത്താൻ അവൻ സമ്മതിക്കില്ല. ഒരു സമയം ഒരു ഉരുള ചോറ് കൊടുത്താൽ ചോറ് വേണ്ട, അവനൊന്ന് സ്നേഹിച്ചാൽ തലോട്. അതാണ് അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം. മനുഷ്യൻ്റെ വിരലുകൾ ആ നായയുടെ ഒരു സന്തോഷം തന്നെ. ഇതാണ് അവൻ്റെ സന്തോഷം. അവനെ ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് അടുപ്പിക്കുന്നതും ഈ ഒരു സ്നേഹം തന്നെയാണ്. അത് അവൻ്റെ ആ ഒരു നോക്ക്, കയ്യിലെ ഒരു പിടുത്തം നോക്കിയാൽ അവൻ ഒരിക്കൽ പോലും നമ്മളെ. ഞാൻ ഇത്രയും നേരം പറഞ്ഞിരുന്നത് ചേച്ചിയുടെ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം എന്നാണ്. അതിനേക്കാളും നിസ്വാർത്ഥമാണ് ഇവരുടെ സ്നേഹം എന്ന് പറയുന്നത്. അവനെ നമ്മളെ കയ്യിൽ കൂട്ടി പിടിച്ചതല്ല. അതെ, അവൻ്റെ ആ ഡിപ്പെൻഡൻസി അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ആ നായ്ക്ക് ചാടിപ്പോകും. പക്ഷെ അവൻ നമ്മളെ കൂട്ടി പിടിച്ചെടുക്കാം. ചെറിയ കുട്ടിയാണ്. ഇറുക്കം, ആ കൈയിൻ്റെ ഇറുക്കം നമുക്ക് സ്വന്തം ചെയ്യുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അവൻ്റെ ഡിപ്പെൻഡൻസി. അപ്പം നമ്മൾ അവനെയാണ് ഏറ്റവും കൂടുതൽ, ഇവരെയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്. ചേച്ചി, ഞാൻ കാര്യം ചോദിക്കട്ടെ. ഈ ചെറിയ കുട്ടികളിൽ, ഈ പ്രായത്തിലുള്ള കുട്ടികളോട്, ഈ പട്ടിക്കുട്ടികളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എത്ര ടൈമാവും നമ്മുടെ ഭാഷ മനസ്സിലാവും? ഭാഷ മനസ്സിലാവാൻ അവരുടെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മുടെ ഡിപ്പെൻഡൻസി. നമ്മുടെ മൈൻഡിൻ്റെ ലാംഗ്വേജ്, നമ്മുടെ മൈൻഡിൻ്റെ ലാംഗ്വേജ് അറിയാം അവർക്ക്. അതായത് എൻ്റെ അനുഭവങ്ങളെ കൊണ്ട് പറയാണ്, അവർ കണ്ണ് തുറക്കാത്ത സമയത്ത് പോലും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യും. അല്ലെങ്കിൽ ചില ഒരു മനുഷ്യക്കുട്ടിയാണെങ്കിൽ എന്തെങ്കിലും പ്രതികരിക്കും. പക്ഷേ ഇവരങ്ങനെ ചെയ്യില്ല. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിപ്പെൻഡൻസ്, ആ സെപ്പറേഷൻ നമ്മളോട് ഉണ്ടാവില്ല. കണ്ണ് തുറന്നു കഴിഞ്ഞാലും നമ്മളോട് ആ ഒരു അടുപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പം എൻ്റെ വീട്ടിലൊരു 6 കുട്ടികളുണ്ടായില്ല, 5-6. അവർ കണ്ണ് തുറക്കണേക്കാൾ മുമ്പ് ഞാൻ അവരെ കൊണ്ട് ഇതാക്കുന്നത്. അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെയാണ് കാലിൻ്റെ പാദസ്പർശം കേൾക്കുമ്പോഴും അവർ ഓടി. അവർക്ക് ചെറിയ അനക്കം പോലും അറിയാം നമ്മളെ. അതാണ് പറഞ്ഞത്, നമ്മുടെ സ്പർശമാണ് അവരെ ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ. ശരിക്കും ഒരു കാന്തികമായിട്ടുള്ളൊരു ഇതാണ് അവർക്ക്. ശരിക്കും അവർക്കൊരു, സത്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയാം, മനുഷ്യനും മൃഗങ്ങളൊരു കാന്തിക ശക്തിയാണ്. അത് ഒരിക്കലും വൾഗറായ മൃഗങ്ങളിലില്ല, ഈ സോഫ്റ്റ് ആയിട്ടുള്ള മൃഗങ്ങളിലില്ല. എല്ലാ മൃഗങ്ങളും അവർക്ക് നമ്മളോട് അടുക്കാൻ താല്പര്യമുണ്ട്, വൾഗറായിട്ടുള്ള മൃഗങ്ങളോട്. പക്ഷെ നമ്മളവരെ മാറ്റി നിർത്തുന്നത് നമ്മളിലും ഉണ്ട് അതുപോലത്തെ വൾഗറായ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നായ്ക്കൾ നമ്മൾ പേടിച്ച് ഓടിക്കഴിഞ്ഞാൽ പോലും കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ തിരിഞ്ഞു നോക്കും. ഓക്കെ, ഇവനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ, ഇവനെ എന്നെ സ്നേഹിക്കാൻ കഴിയുമെന്നും അവരപ്പോഴോട് ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ടാവും. ഒരു മൃഗങ്ങളെ നമ്മൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. നമ്മളെപ്പോലെ സഹജീവികളെ, നമ്മളെപ്പോലെ ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും, ഈ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലെ എല്ലാ സൗകര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യാതെ അവരനുഭവിക്കാൻ യോഗ്യരാണ്. ഒരിക്കലും ഞാൻ എൻ്റെ മനസ്സിൽ ഒരിക്കൽ പോലും ഞാൻ ഒരു മൃഗത്തിനെ ചീത്തയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര അടുപ്പിക്കാനോ ഇഷ്ടപ്പെടാനോ കഴിയാത്തൊരു മൃഗമായിരുന്നു നായ. പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇവരുടെ ആ നിസ്സഹായ അവസ്ഥകളാണ്. NGO-ലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? NGO-ൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ NGO ഉള്ള ആൾക്കാർ പലരും ഉണ്ടായിരുന്നു. ഒരു NGO ചെയ്യാമെന്ന് പറഞ്ഞ 7 പേരുടെ പേരൊക്കെ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ് പലരും എൻ്റെ അടുത്ത് ഡിപ്പെൻഡ് ചെയ്തു. പക്ഷെ അവരൊക്കെ സമയങ്ങളിൽ കാലുമാറി പോകുന്നവരായിരുന്നു എന്നുള്ളത് പിന്നീട് മനസ്സിലാവുന്നു. അപ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ ഒരു മനസ്സോട് തീരുമാനിച്ചെന്ന് പറയാം, ഇനി ആരെയും ഞാൻ ഡിപ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല. ചേച്ചി ഇപ്പോൾ സ്വന്തം വരുമാനത്തിലാണ് ഇതൊക്കെ? എൻ്റെ സ്വന്തം വരുമാനത്തിൽ നിന്ന് ഞാൻ ഇവർക്ക് വേണ്ടി സത്യത്തിൽ ജീവിക്കുന്നു എന്ന് തന്നെ പറയാം. എനിക്ക് നല്ല നല്ല ഓഫറുകൾ ഉണ്ടായിട്ട് പോലും ഞാനത് അവോയ്ഡ് ചെയ്യുന്നത് അറിയാം. ഈ നായകളെ എവിടെയെങ്കിലും നമുക്കൊരു ടൈം അത് പലരും എന്നോട് ഇവരെ ഒന്ന് ഒഴിവാക്കി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ തിരിച്ച് ചിരിക്കുന്നത് വേറൊരു കാര്യം എന്താണെന്ന് പറയും, ഞാൻ നോക്കുന്ന പോലെ അവരാരും മനസ്സിലാവും. ഒരിക്കൽ പോലും ഒരാളും ചെയ്യില്ല. എൻ്റെ അനുഭവങ്ങളെ എൻ്റെ ഏറ്റവും ഇൻറ്റിമസിയാണ് പൂച്ച. ആ ഇൻറ്റിമേറ്റായിട്ടുള്ള ഒരു പൂച്ച ജോലിക്ക് വരുന്ന എൻ്റെ 2 ദിവസം മുമ്പ് ഇത് വഴിയിൽ കിട്ടി. കണ്ണ് തുറന്നുണ്ടാവില്ല. കണ്ണ് തുറക്കാൻ പറയുന്നത് നോക്കി. പക്ഷെ അവർക്ക് നേരത്തെ പാല് കൊടുക്കാൻ പറ്റാത്തത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ 3 ദിവസം കഴിഞ്ഞില്ല. എത്രയോ പൂച്ചക്കുട്ടികളെ കണ്ണ് തുറക്കാത്ത കുട്ടികളെ വഴിയിൽ കൊണ്ടുവന്ന് വളർത്തിയിട്ടുള്ള ആളാണ് പറയുന്നത്. കാരണം എൻ്റെ സാഹചര്യം ശരിയില്ല. അതുകൊണ്ട് ഞാൻ ഒരാളെ ഏൽപ്പിക്കുന്നു. അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. അതിനുശേഷം പൂച്ചകളെ വളർത്താൻ അല്ല വഴിയിൽ കണ്ടാലും ഞാൻ എടുക്കില്ല.
ഇനിയിപ്പോൾ പൂച്ചകളെ ഞാൻ വളർത്താനും തയ്യാറല്ല. കാരണം അവരെ നോക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയും മൃഗങ്ങളെ നോക്കാൻ എന്താ അവിടെ ചോറങ്ങൾ ഇട്ട് കൊടുത്താൽ പോയത്. ഒരിക്കലും അല്ല. അവർക്കും ഒരു മനുഷ്യൻ്റെ കെയർ അവർക്കും വേണം. എന്നാൽ മാത്രം അവർ വളർത്തും. അവരെ സംബന്ധിച്ച് അവർക്ക് നമ്മുടെ ശബ്ദം കേൾക്കണം, നമ്മൾ അവരോട് സംസാരിക്കണം. അവർക്ക് ആ ഒരു വലിയ ആഗ്രഹം തീർച്ചയായിട്ടും. കാരണം നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ള ആഗ്രഹങ്ങളെ പോലെ തന്നെ ഈ മൃഗങ്ങൾക്കുണ്ട്. ഇപ്പൊ ഇവനും കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ് അല്ലേ? നമ്മൾ സംസാരിക്കണം. നമ്മൾ എന്ത് പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കുന്നോ അതവർ ചെയ്തു. ശരിക്കും ഇത്ര കമാൻഡേ ഉള്ളൂ അവർക്ക് മനസ്സിലാവുന്നെന്ന് പറയും. പക്ഷെ ഭാഷ എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് മനസ്സാണ് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കാലത്ത് പൂച്ചകൾ സംസാരിച്ചിരുന്നു ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ മൃഗങ്ങളും അങ്ങനെ തന്നെ. പക്ഷെ മൃഗങ്ങൾ ഇപ്പോഴും സംസാരിക്കണമെന്ന് തോന്നിയിട്ടില്ല. ചേച്ചി ഇപ്പോൾ ഫുഡ് വെച്ച് അവിടുന്ന് അങ്ങോട്ട് തിരിയുമ്പോഴും ചേച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇവരിങ്ങനെയൊക്കെ താടി ഇങ്ങനെ പൊന്തിച്ച് എന്തോ സംസാരിക്കുക. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നായയുടെ കണ്ണിലേക്ക് നോക്കിയാൽ നമ്മളോടുള്ള ധൈര്യത എത്രത്തോളം. ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് അങ്ങനെ ഒരു ഇതായിട്ടല്ല ഞാൻ പറയുന്നത്. അതായത് ഇനിയിപ്പോൾ ഒരു ഇതിനോട് പ്രതിബദ്ധരായിട്ടുള്ള ഒരു ആൾക്കാർ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ചേച്ചിയുടെ വരുമാനത്തിൽ നിന്നാണല്ലോ ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു നീക്ക് എപ്പോഴും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചേച്ചി ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. സത്യം പറയാൻ എൻ്റെ ഉള്ള ഒരു 3 സെന്റ് സ്ഥലം തന്നെ ജപ്തിയുടെ ഭീഷണി. കാരണം 1.5 ലക്ഷം രൂപ ജീവിതത്തിനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഉറപ്പ് പറഞ്ഞു. ജീവിതത്തിന് ബുദ്ധിമുട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കാനില്ലാത്തതിൻ്റെ ഒറ്റ പ്രതിബദ്ധതയോട് 1.5 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇന്ന് 2.5 ലക്ഷം രൂപയായിട്ട് നിൽക്കുകയാണ്. കടമായിട്ട് നിൽക്കുകയാണ്. കാരണം അതിലേക്ക് ഇപ്പോൾ ഒരു 10 മാസമായിട്ട് 1 രൂപ പോലും എനിക്ക് കണ്ടിട്ടില്ല. ഇവർക്ക് അത്രത്തോളം ഭക്ഷണത്തിൻ്റെ ചിലവുകളുണ്ട്. കാരണം ചെറുതിൽ നിന്ന് ഒരു 3 മാസം 2-2.5 മാസം കഴിയുമ്പോഴേക്കും ഇവർ ഒരു ഒറ്റ നായയുടെ ഭക്ഷണത്തിന് പ്രാപ്തരായി. ഭക്ഷണം ഒരിക്കലും നമ്മൾ അവരെ നിഷേധിക്കാൻ തയ്യാറല്ല. ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു NGO പ്രോപ്പറായിട്ടുള്ള ഫണ്ട് കിട്ടൂല, അതേപോലെ തന്നെ NGO നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പ്രവർത്തിക്കുന്നതെന്ന് എന്നാണ് എൻ്റെ അറിവ്. കാരണം തീർച്ചയായിട്ടും ഞാൻ പലവരെയും ഡിപ്പെൻഡ് ചെയ്തപ്പോൾ ഒരുപാട് നായകളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ പലരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു അനുഭവങ്ങൾ ആരും നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോഴും ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിൽ നിന്ന് സ്വന്തം ചിലവിൽ നിന്ന് എൻ്റെ സ്വന്തം സമയം ചിലവാക്കിയിട്ടാണ് രക്ഷിച്ചത്. ഇപ്പം ഞാൻ റെസ്ക്യൂസ് എടുക്കാത്തതിൻ്റെ കാരണം ഈ അടുത്ത ദിവസം ഒരു കാരണം വെച്ചിട്ട് പൂച്ചകളുടെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ സങ്കടം ഉണ്ടായി. പക്ഷേ എനിക്കത് ഒരിക്കലും അത് സംരക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയാത്തൊരവസ്ഥയാണ്. ഒരല്പം പോലും എനിക്ക് പഴുതുള്ള ഒരു സമയമുണ്ട്. എനിക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഭക്ഷണം തേടേണ്ടതില്ല. ആദ്യം പൂച്ചകൾക്ക് മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. പൂച്ചകൾ മാത്രമായിരുന്നു. ഇവിടെ ഒരു 8-10 പൂച്ചകളുണ്ടായിരുന്നു ഇവിടെ. ആ പൂച്ചകളിൽ നിന്ന് ഒരു പൂച്ച എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഞാൻ ഇവിടെ ഈ ഫുഡ് കൊടുക്കുന്ന ഈ പ്രക്രിയകളിലേക്ക് തന്നെ വന്നത്. തീർച്ചയായിട്ടും ആ പൂച്ചകൾക്ക് കൊടുത്ത ബാക്കി ബാലൻസ് ഒരു കോണിച്ചോട്ടിൽ വെച്ചപ്പോൾ ഒരു വയസ്സ് ഈ വെളുത്ത പട്ടിയുടെ 2 തലമുറയ്ക്ക് മുൻപുള്ള ഒരു പട്ടിയിലായിരുന്നു. 2 തലമുറയ്ക്ക് മുൻപുള്ള ഒരു പട്ടീനായിരുന്നു. ആ പട്ടി ചെവിയിൽ എപ്പോഴും അതിന് ഒരു ഇതാണ്. അത് വന്നിട്ട് അത് ഈ ഭക്ഷണം കഴിക്കും. അങ്ങനെ വന്നിട്ട് എല്ലാ ദിവസവും അവൾ ആ സമയം പോകും. അങ്ങനെ ഒരു ദിവസം ഇത് എവിടെയോ പോയി 2 ദിവസം കാണാണ്ടായി. അത് കഴിഞ്ഞ് ഒരു ദിവസം പ്രസവിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഭക്ഷണം നീ എവിടെയോ പോയി പ്രസവിച്ചിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു. ശരി. ഭക്ഷണം കൊടുത്ത് പാലാട്ടി ഭക്ഷണം വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ ഓടി നിർത്താൻ പ്രായമുണ്ട്. ഒരു മാസം കഴിഞ്ഞ് എവിടെ നിൻ്റെ കുട്ടികളെ ഒന്നും കാണാനില്ലല്ലോ, ഈ കുട്ടികളൊക്കെ ഒരു ദിവസം എനിക്ക് കൂടെ ഒന്ന് കാണിച്ചു തരണട്ടാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 4 കുട്ടികളെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് കൊണ്ടു നിർത്തിയിട്ട് ഞാൻ ചോറൊന്നും കൊണ്ടുവന്നിട്ട് അവിടെ അങ്ങ് മാറി നിന്നു. ഒരിക്കൽ പോലും ഒരു മനുഷ്യൻ വിശ്വസിക്കില്ല, ഒരു മനുഷ്യൻ പോലും ചെയ്യില്ല. അല്ല ഞാൻ എന്നെ പലപ്പോഴും നായ്ക്കളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നുപോയ പോലും അവർ മറക്കില്ല എന്ന് പറയുന്ന ഒരു സംഭവം. 4 കുട്ടികളിൽ നിന്ന് വർദ്ധിച്ചു വന്നിട്ടുള്ളതാണ് ഇവരെല്ലാം. ഇത്രയും നായകൾ. പക്ഷെ ആ നായകളും ആ കുട്ടികളൊക്കെ ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് മാറി വന്നിട്ടുണ്ട്. ഹാപ്പി അല്ലേ? ഞാനിപ്പോൾ ഹാപ്പിയാണ്. കാരണം ഹാപ്പിയാണെന്ന് പറയാൻ കാരണം എനിക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ അരി കിട്ടുക എന്നുള്ളത് ഇന്ന് കാലത്ത് സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ ബാധ്യതകളെ അതിജീവിക്കണമെന്നുണ്ട്. ബാധ്യതകളെ അതിജീവിക്കണമെന്ന് എനിക്കൊരു മോഹമുണ്ട്. കാരണം ഉള്ള ഒരു 3 സെന്റ് സ്ഥലത്തിന് കടമില്ലാത്ത അവസ്ഥയിലേക്ക് വരണം. അത് മാത്രമല്ല ഇതൊരു ചാരിറ്റി ആയിട്ട് എൻ്റെ ഒരു വീട്, അതായത് ഏറ്റവും നല്ല മനുഷ്യൻ നല്ലതെന്നല്ല പറഞ്ഞാൽ ആരെക്കൊണ്ട് ഏറ്റവും നല്ല പ്രവൃത്തി ഇവർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അവരെ എൻ്റെ കാലശേഷം ഞാൻ അവർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. കാരണം അതിനുവേണ്ടി മുന്നോട്ട് വരുന്നവരെല്ലാവരും എനിക്ക് ഇതാക്കാൻ പറ്റില്ല.
പക്ഷെ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, എനിക്ക് ഒരാളെ എത്രയ്ക്ക് ഇവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാകുന്ന ഒരാൾ ഞാനതെന്താ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറേ നായകളെ ഒഴിവാക്കുക മീൻസ് എനിക്ക് ഇപ്പോൾ ഉള്ളവരെ അങ്ങനെ എന്താ പറയുക, ഇതിലിനി ഒരു എണ്ണം കൂട്ടണമെന്ന് എനിക്ക് മോഹമില്ല. കാരണം നമ്മളുടെ ബാധ്യതകൾ, നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് ഏത് സമയത്ത് എന്ത് സംഭവിക്കും, അന്ന് ഇവർ അനാഥരാകാൻ പാടില്ല. എനിക്കത് ഏറ്റവും സങ്കടമുള്ള കാര്യം. ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ, ഞാനിരിക്കലും ഇവരില്ലാതാവണം. കാരണം മരിക്കണം എന്നല്ല പറഞ്ഞു, ഞാനിരിക്കലും ഇവരെല്ലാവരും കാരണം ഇല്ലാതെയാവണം. നമുക്കറിയാം ഇവര് അത്രയ്ക്കും ഡിപ്പെൻഡഡ് ആണ്. കാരണം ഞാൻ വരാൻ വൈകുന്ന ഒരു സമയം അവരെത്രത്തോളം ടെൻഷൻ ചെയ്യണമെന്ന് ഞാൻ കണ്ടിരുന്നു. ചേച്ചി ഇന്ന് വരുന്നത് വരെ ഇവരിവിടെ അലഞ്ഞ് നടക്കാണ്. അതേപോലെ ഇപ്പൊ ഈ 7:30 ജോലി കഴിഞ്ഞ് ഞാൻ 7:45 വണ്ടി വരുമ്പോൾ അവരൊറ്റ വണ്ടിയുടെ അടുത്ത് പോലെ ഒരു ബസ് ഉണ്ട്. ആ ബസ് വരുമ്പോൾ അവിടെ നിർത്തി കഴിഞ്ഞ് അവരെല്ലാവരും ചെല്ലുന്നു. ആ ബസ്സുകാരോട് ചോദിച്ചറിയാം. അല്ല, അവര് മൊത്തത്തിൽ പരതി നടക്കാണ്. അപ്പൊ അവർക്ക് എന്നെ കാണാതെ പോകുമ്പോൾ അവർക്ക് ഭക്ഷണം, അതെന്തുകൊണ്ട്? ഒരു നേരത്തെ ഭക്ഷണം അവരേറ്റവും വലുതാണ്. പിന്നെ അവരെ സംബന്ധിച്ച് ചേച്ചിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികൾ ഓരോ നായ്ക്കളും ഓരോ രീതിയിലാണ് അല്ലേ? ഒരാൾ പിന്നാലെ തന്നെ ഉണ്ടാവും, ബാക്കിയുള്ളവര്. അതാണ് അവരെ മനസ്സിലാക്കേണ്ടത്. അവരെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ അവരുടെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഏത് ജീവി അവര് നമ്മളുടെ അത് അവരവരുടെ ക്യാരക്ടറിന്റെ സ്വത്വത്തിൽ നിൽക്കാൻ നമ്മൾ അനുവദിക്കുന്നോണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് രണ്ടുമുണ്ട്. നമ്മളുടെ സമീപനം എങ്ങനെയാണോ അങ്ങനെയാണ് അവര് നമ്മളോട് സമീപിക്കുക. അവർക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് കൊടുക്കുകയാണെങ്കിൽ അവര് അവരെക്കാൾ വിവേചന ബുദ്ധിയുള്ളത് മനുഷ്യനാണ്. ഓക്കെ, ആ വിവേചന ബുദ്ധിയുള്ള മനുഷ്യൻ നല്ലത് ചെയ്ത് കാണിച്ചാൽ അവര് നല്ലത് ചെയ്യും. ഒരിക്കൽ പോലും എല്ലാവരും പറയും ഞാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ വളർത്തുന്ന നായ്ക്കൾ ജന്മത്തിൽ എത്രയോ നല്ല പ്രവൃത്തികൾ ചെയ്തവരായിരുന്നു. അല്ല, അതൊരു മനുഷ്യൻ്റെ സഹായം ഒരിക്കലും ഒരു നായ്ക്ക് കിട്ടില്ല. എത്ര നായകൾ അലഞ്ഞു നടക്കും. ഇപ്പോഴും ആ ടൗണിൽ ശക്തൻ്റെ ഒരു ബാലുമുറി എന്ന് അവനെ വിളിക്കും. അവൻ നല്ല ബ്രീഡായിരുന്നു. പക്ഷെ ആരോ അവൻ്റെ മേലൊക്കെ അസുഖങ്ങൾ വന്നപ്പോൾ കൊണ്ട് കളഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും രാത്രിയിലാണെങ്കിൽ പോലും ഞാൻ ആ ബസ്സിൻ്റെ ഇടയിൽ കൂടെ വരികയാണെങ്കിൽ അവൻ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ പിന്നാലെ ഓടി വരും. ചേച്ചി ഇവിടെ മാത്രല്ല അല്ലേ, കുറെ സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്, അറിയാം. എന്നെ കൊണ്ട് കഴിയാം. ചേച്ചിക്ക് ഒരു മാസം എത്ര ചെലവ് വരും? എനിക്ക് സത്യത്തിൽ പറഞ്ഞ 20,000 രൂപ ഒരു മാസം ചെലവാണ്. അത് ഞാൻ എനിക്ക് വേണ്ടി പോലും ഒരു പൈസ മാറ്റി വെക്കാത്തത് കൊണ്ടാണ് ഞാൻ ഭക്ഷണത്തിനുള്ളത് ചെലവഴിച്ച് വേറെ ഒന്നും മാറ്റി വെക്കില്ല. ഭക്ഷണത്തിന് പറഞ്ഞാൽ ഇവർക്ക് വെക്കണ ചോറൊന്നും ഒരൊറ്റ പാത്രം ചോറ്, അതായത് ഒരു ടിഫിൻ ബോക്സ്, ഈ വേസ്റ്റ് കളയുന്ന പോലത്തെ ഒരു ബോക്സ് ഉണ്ട്, നമ്മൾ ബിരിയാണി മേടിക്കുന്ന പാത്രമല്ലേ, അതിലത്തെ ഒരു ബോക്സിൽ ഒരു പാത്രം ചോറുണ്ട്. അതിലൊരു കറിയൊന്നും ഉണ്ടാവില്ല. ജോലിക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ ബാലൻസ് കിട്ടും കറികൾ. അപ്പം അങ്ങനെ ആ കറി കൂട്ടിയിട്ട് ഞാൻ കഴിക്കും. മനസ്സിലാവും. കാരണം അതിന് പോലും ഞാൻ ചിലവാക്കാൻ ഉണ്ടാവില്ല. ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാണ്ടാവുമ്പോൾ എൻ്റെ ടെൻഷൻ ചേച്ചിക്ക് ഇവരുള്ളൂ, ഇവർക്ക് ചേച്ചിയുള്ളൂ. ഇന്നലത്തെ മുഴുവൻ ടെൻഷൻ എൻ്റെ എന്തായിരുന്നു, ഇന്ന് കാലത്ത് വെക്കാൻ അരിയില്ല. മനസ്സിലാവും ചേച്ചി. ഇന്ന് കാലത്ത് ഇവർക്ക് കൊടുക്കാനുള്ള ചോറില്ല. എൻ്റെ മനസ്സിൽ കണ്ടാണ് ഇന്നലത്തെ ബാലൻസ് കുറച്ച് ചോറുണ്ട്, അത് വീട്ടിലുള്ളവർക്ക് കൊടുക്കാം. ഞാൻ ഒരു കാര്യം പറയാൻ വെച്ചാൽ അത് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മനുഷ്യൻ എത്രത്തോളം സ്വാർത്ഥനാണ് എന്നുള്ളതിന്റെ തെളിവാണ് തെരുവിൽ നായ്ക്കളുള്ളത്. നായ്ക്കൾ കാരണം മനുഷ്യര് കൊണ്ട് തള്ളുന്ന അവരുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞവരും പിന്നെ ഇപ്പോഴത്തെ മനുഷ്യന്മാരുടെ ടാലന്റ് വേറെയാ. കാരണം യൂസ് ആൻഡ് ത്രോ ആണെന്നാണ് ഇപ്പോഴത്തെ മനുഷ്യന്മാരെ എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് പലർക്കും മൃഗങ്ങളോട് ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷെ വീട്ടിലുള്ള ആരും സമ്മതിക്കില്ല. അവരുടെ ഇഷ്ടത്തിന് വേണ്ടി എവിടെന്നെങ്കിലും ഒരു നായക്കുട്ടീനെ, കുഞ്ഞു മനസ്സാണ് ഇവരുടെ, ആ കുഞ്ഞു മനസ്സാണ് കുട്ടികളുടെ. അവർക്ക് ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഇതിനെ കാണുമ്പോൾ. ആ സന്തോഷത്തിന് ഇവരെ പിടിച്ചു കൊണ്ടുവന്നാൽ നമ്മളുടെ ഫാമിലി അതിനെ അക്സെപ്റ്റ് ചെയ്യാണ് വേണ്ടത്. അത് നമ്മളുടെ കുട്ടികളുടെ ജീവിതത്തിലൊരു ഭാഗമാണ്. ആ ഭാഗം മീൻസ് അവരുടെ വളർച്ചയുടെ ഒരു സന്തോഷം കൂടിയാണ്. അതില്ലാത്തത് കൊണ്ട് ഇവർ ആ കുട്ടി ഇല്ലാത്ത സമയത്ത് ഈ നായനെ കൊണ്ട് ഈ കുട്ടീനെ കൊണ്ട്, ഈ കുട്ടി അതിൻ്റെ അമ്മയുടെ പാല് കുടിച്ചു വരുന്നതായിരിക്കും, അല്ലെങ്കിൽ തെരുവിൽ ഒറ്റപ്പെട്ട് വളർന്നവരായിരിക്കും. ആ തെരുവ് വിട്ട് അവന് വേറൊരു തെരുവറിയില്ല. അവനെ കൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് വിടുക എന്ന് പറഞ്ഞാൽ വിജനമായ സ്ഥലത്തായിരിക്കും മിക്കൊരു വീടുണ്ടാവും. വല്ല പാടത്തിൻ്റെ മുക്കിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പ്. ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവർ ദിവസങ്ങളോളം കരഞ്ഞു നടക്കുമ്പോൾ അവരെ അമ്മേനെ അന്വേഷിച്ചിട്ട് കാണില്ല. കാണുന്നവർ കല്ലറിയും.
അവൻ്റെ വേദന എത്രത്തോളം നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു കുട്ടീനെ പുറത്ത് തള്ളുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന വേദന ഇത് തന്നെയാണ്. സംഭവം ഇതിനും അതേപോലെയുള്ള മനുഷ്യനുള്ള പോലെയുള്ള ഒരു മനസ്സാണ് ഇതിനുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. മനുഷ്യൻ ചിന്തിക്കാത്തത് മനുഷ്യന് ഫണ്ട് ഓറിയൻറ്റഡ് ആണ്. പിന്നെ പോരാത്തതിന് മനുഷ്യന് സ്വാർത്ഥനാക്കാനായിട്ട് അവൻ തന്നെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കണേ ഇവനുള്ള ചേച്ചി ഇപ്പോൾ പറഞ്ഞല്ലോ, സിസ്റ്റം ഡെവലപ്പ് ആവും തോറുമാണ് മനുഷ്യനുള്ള മാനുഷികമായിട്ടുള്ള പല മൂല്യങ്ങളും നഷ്ടപ്പെടുന്നത്. പണ്ട് വലിയ കുടുംബമായിരുന്നു, ചെറിയ കുടുംബമായി. ഇനിയിപ്പോൾ അതും മാറിയിട്ടാ, അതും മാറി രണ്ടുപേര് മാത്രമായിട്ടുള്ള ജീവിതമായി. ഇനി കുട്ടികൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ജീവിതമായി. ഇനി ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളതായി. അതായത് എനിക്ക് ഒരു പാർട്ട്ണറിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്കും ആൾക്കാർ മാറി. സോ ബന്ധങ്ങൾക്ക് വില കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ടെക്നിക്കൽ സൈഡിലേക്ക് മാത്രമായിട്ടോ പോകുന്നത്. ഒരു സിസ്റ്റത്തിലോ മൊബൈലിലേക്കോ അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്കോ പോകുന്നത്. ആർക്കും അവിടെ സമൂഹത്തിനോട് പ്രതിബദ്ധത ഉള്ളത്? ആർക്കാണ് മൃഗങ്ങളോട് പ്രതിബദ്ധതയുള്ള? അവൻ്റെ സമൂഹത്തിനോട്. എൻ്റെ അഭിപ്രായത്തിൽ പണ്ട് ഇതുപോലെ നായ്ക്കൾ തെണ്ടി തിരിയേണ്ടി വന്നിരുന്ന അന്നുള്ള അമ്മമാര് വീടിൻ്റെ മുന്നിൽ പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും വിളിച്ചു കയറ്റി ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഒരു നായനെ കണ്ടു കഴിഞ്ഞാൽ അവർ വെറുതെ വിടുമോ? അവർ ഭക്ഷണം കൊടുക്കും. ഇന്ന് ആ മനസ്സില്ല. കേരളത്തിൽ മാത്രമാണ് ഇത്രയും എന്താ പറയുക, ഇത്രയും മോശമായ മൃഗങ്ങളോടുള്ള മോശമായ സമീപനമുള്ളത് കേരളത്തിൽ മാത്രമാണ്. നമ്മൾ തമിഴ്നാട്ടിൽ പോയി നോക്കും. സീരിയസ്ലി തമിഴ്നാട്ടിൽ പോകണ്ടേ ചേച്ചി? കാലത്ത് ഇവിടെ തൃശ്ശൂര് ശക്തൻ്റെ അവിടെ വന്ന് നോക്കിയാൽ മതി. ഒരു തമിഴന്മാർ അതൊരു ലൈഫ് സ്റ്റൈലാണ് ശരിക്കും അവരുടെ. ഒരു എന്താ പറയുക, കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അവർ ദൈവത്തെ പോലെയാണ് കാണുന്നത്. അവര് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭക്ഷണം, ഒരു ചായ വാങ്ങി, ഒരു ഇഡ്ഡലി ആണെങ്കിൽ ഒരു ഇഡ്ഡലി വാങ്ങി, അതിനൊരു കഷ്ണം അവിടെ തിരിക്കുന്ന ആ നായ കൊടുത്തു. ആ നായ എത്ര അനുസരണോട് കൂടി അവരായിരിക്കും നമ്മൾ കണ്ടു നോക്കിയാൽ. ഇന്ന് കേരളത്തിനേക്കാളും കൂടുതൽ ബന്ധങ്ങൾക്കൊക്കെ വളരെ മൂല്യം കൊടുക്കുന്നത് തമിഴ്നാട്ടുകാരാണ്. സീരിയസ്ലി. കാരണം ഇന്നും അവിടെ അണുകുടുംബം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഫാമിലി തന്നെയാണ്. കല്യാണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം അറിയാം. ചേച്ചിക്ക് എന്താണ് ഇനിയുള്ള നീഡ്സ്? എന്താണ് ചേച്ചിയുടെ ആവശ്യം? എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, ഞാൻ രണ്ടും കാര്യങ്ങളാണ് ഞാൻ ഒന്ന് ചെയ്യുക. ഒന്ന്, ഈ ടൗണിൽ അല്ലെങ്കിൽ പ്രാന്തപ്രദേശങ്ങളിൽ അലഞ്ഞു നടക്കുന്ന നായർക്ക് ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഏതാണ് അതോറിറ്റി എങ്കിൽ അവർക്കൊരു 1-2 ഷെൽട്ടർ ചെയ്യുക. ഒന്നുകിൽ ഒരു പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് തോറും ചെയ്യുക. ഇല്ല എങ്കിൽ 2-3 പഞ്ചായത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്താ പറയുക, കൂടിച്ചേർന്നിട്ട് ഓരോ ഷെൽട്ടർ ചെയ്യുക. എത്രയോ ആൾക്കാർ ഇവിടെ ജോലി നഷ്ടപ്പെട്ട ലേഡീസ് ഈ എംപ്ലോയ്മെൻറ്റ് സർവീസിൽ ഏജ് ഓവറായിട്ടും ടൈം കഴിഞ്ഞവരുണ്ട്. ഇല്ല വേണ്ട, പബ്ലിക്കിന് ഒരു പരസ്യമിട്ട ഇഷ്ടം പോലെ ആൾക്കാരെ ഈ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഇഷ്ടം. ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി, ഞാൻ ഇപ്പോൾ ചേച്ചിയുടെ പല NGOs മറ്റേ പ്രപ്പോസൽ വന്നിട്ടും ചേച്ചി അത് സ്വീകരിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ പലരും ജെന്യുവിൻ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചേച്ചി സ്വീകരിക്കാതെ പോയത്. ഇനി അഥവാ ചേച്ചിക്ക് മനസ്സിലാവാണ് ഈ ഒരു എന്താ പറയുക, ചേച്ചിക്ക് ഒരു NGO സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, നല്ലൊരു NGO സ്റ്റാർട്ട് ചെയ്ത് എന്നെ കൊണ്ട് ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഉള്ളൊരു എൻ്റെ ഒരു ആവശ്യം എൻ്റെ ഫണ്ടില്ലായ്മയാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരു വിഷയമില്ല. എനിക്കൊരു ഫണ്ട് ഉണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഈ ജോലിനെ വേണ്ടാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടിയാണല്ലോ ഈ അലയണത്. അത് വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് നല്ല NGOയിൽ നല്ലൊരു വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ നല്ല രീതിയിൽ തന്നെ ഞാൻ NGOയിലുള്ള ഒരു വരുമാനമല്ലേ ചേച്ചി? ഇവിടെ കമ്മിറ്റഡ് ആയിട്ടുള്ള NGOs വളരെ കുറവാണ്. അങ്ങനെയുള്ള ഒരു NGO ആണെങ്കിൽ ചേച്ചീനെ ഇത് ചെയ്യുകയാണെങ്കിൽ ചേച്ചിയുടെ ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ളത് എനിക്ക് നല്ലൊരു താല്പര്യമുണ്ടായിരുന്നു. കാരണം ഇവിടെ പല നായകളും ചേച്ചി ഫോൺ നമ്പർ ഒന്ന് പറയുമോ? ഞാനിതിൽ എന്തായാലും ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. പറഞ്ഞോ ഫോൺ നമ്പർ. 9387270778. ഓക്കെ. പിന്നെ എൻ്റെ മെയിനായിട്ടുള്ള ആവശ്യം ഞാൻ പറഞ്ഞതുപോലെ ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ 1-2 ഷെൽട്ടറുകൾ ചെയ്യുക. ഈ നായകളെ തല്ലാനും കൊല്ലാനും അല്ല നമ്മൾ പോകേണ്ടത്. ഒരു നായ ഓടിയെത്തി എന്ന് പറഞ്ഞാൽ അവന് അതിൻ്റേതായ വേറെ ഒരു വീക്ക് പോയിന്റ്, വേറെ ഒരു എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ നടന്നു പോകുമ്പോൾ എന്നെ ഒരാൾ കല്ലെടുത്തെറിഞ്ഞു അല്ലെങ്കിൽ അടിക്കാൻ വന്നു, ഞാൻ ആ വന്ന ആളോ സ്നേഹിക്കൂ, അത് അയാളെ പിന്നീട് കാണുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും. ഇതാണ് എൻ്റെ ഒരു ചോദ്യം. ഒറ്റ കാര്യം ചോദിക്കട്ടെ ചേച്ചി, ഈ മാനസിക പ്രശ്നമുള്ള നായ്ക്കളില്ലേ,
അവർക്ക് എങ്ങനെയാണ് നിങ്ങൾ ഫുഡ് കൊടുക്കാറ്? നമ്മൾ പിടിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവരെ നമ്മളോട് ഇൻറ്റിമസി ഉള്ളവരാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നായകളാണെങ്കിൽ നമ്മൾ പല വഴികളും നോക്കും. ഒന്നിലേക്ക് കടിക്കാതിരിക്കാനുള്ള ഇതുകൾ നോക്കും, അവരെ വായ അടച്ചു പിടിക്കാനുള്ളത് അറിയാമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ളത് ചെയ്യുകയാണെങ്കിൽ നമ്മളതുപോലെ ചെയ്യും. അവരെങ്ങനെ നമുക്ക് അവരിലേക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിയുമെങ്കിൽ നമ്മളത് ചെയ്യും. ഒറ്റ കൈ ഇതുവരെയും ആരെയും കൊല്ലാനായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം ഈശ്വരൻ കൊടുത്തൊരു ജീവൻ, അതായത് മനുഷ്യനാണെങ്കിലും മൃഗത്തിനാണെങ്കിലും അത് ഏറ്റവും വലുത് തന്നെ. അതിനുള്ളിടത്തോളം അതിന് ജീവിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അത് ഭക്ഷണം കഴിച്ചിട്ടോ കഴിക്കാതെയോ എങ്ങനെയാണെങ്കിലും അതിന്റെ അവസാനം വരെ അത് ജീവിക്കണം അല്ലേ? ഇവിടുന്ന് ഒരു നായനെ ഞാൻ എന്താ പറയാ, ഒരു അസുഖം പിടിച്ചിട്ട് ഞാനൊരു നായനെ വഴിയിൽ നിന്ന് കൊണ്ടുവന്നു. എൻ്റെ വീടിനോട് നിന്ന് കിട്ടിയത് ഒരു വലിയ നായന. ആ നായയുടെ അത്ര പോകുന്ന വലുത്. 3 മാസം ഞാൻ അതിനെ കിടപ്പിൽ നിന്ന് കഴുകിയും തുടച്ചും വെച്ചും ഒക്കെ ഉണ്ട്. അവസാനം ഇത് ഭക്ഷണം വാരി കൊടുക്കുക ചെയ്യല്ല, ഡെയിലി ഭക്ഷണം ഞാൻ 2 നേരം അതിന് വാരി കൊടുക്കുക ചെയ്യാം. പിന്നെ എനിക്ക് ജോലിക്ക് ഇതുപോലെ പോകാൻ തുടങ്ങിയപ്പോൾ 2 നേരം എന്തായാലും കൊടുക്കും. അതിനൊരു ദിവസം ഇതിന് തീരെ ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ഞാൻ 2-3 ദിവസം കഴിക്കാതെ ആയപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യമാണ്, ഈശ്വര അതിനെ ജീവിക്കാൻ കാലമുണ്ടെങ്കിൽ അവനെ വിടുക, ഇല്ലെങ്കിൽ ഈശ്വരനെ എടുക്കുക. അത് പറഞ്ഞ അന്നത്തെ പുലർച്ചെ കഴിഞ്ഞിട്ടില്ല ആ നായ മരിച്ചു. കാരണം അത് ഇനി ജീവിക്കാൻ അതിന് സമയമില്ല. പക്ഷെ അതിനത്രത്തോളം ഞാൻ നന്നായി നോക്കി. അന്നൊന്നും ഇതുപോലെ ആരും എനിക്ക് ഒരു ഹെൽപ്പിനുണ്ടായിരുന്നെങ്കിൽ അതൊക്കെയാണ് ശരിക്കും ഭൂമി ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ കുറേയൊക്കെ കുറച്ചിരിക്കുക. കാരണം എൻ്റെ സമയക്കുറവ്, എൻ്റെ സാമ്പത്തികക്കുറവ് എല്ലാം എനിക്ക്. ഇപ്പോൾ തന്നെ ഞാൻ ഓരോ ദിവസം ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് 10-10:30 എണ്ണത്തിനും കൂടി ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇനി അവരെയും കൂടി നിങ്ങളൊന്ന് കാണേണ്ടതാണ്. ഒരു അമ്മയും 2 മക്കളുമായിട്ടുള്ളത്. അവരെ നല്ല ലാഭ ഇനത്തിൽ പെട്ടുള്ളൊരു എന്തോ ഒരു നായകളാണ്. അവരെന്തോ നിർഭാഗ്യം കൊണ്ട് ഇങ്ങനെ ഒരു തെരുവിലേക്ക് പെട്ട നായയാണ്. അവരെ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു.